ഏവർക്കും ഗുരുനാമത്തിലുള്ള അകൈതവമായ പ്രണാമം. എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഗുരു ഇവിടെ പേര് കൊടുത്തത്, ബ്രഹ്മവിദ്യാ പഞ്ചായത്തിൽ ഒരു പേര് കൊടുത്തിരിക്കുന്ന ആത്മകല. ആത്മാവിൻ്റെ ഒരു ചെറിയ ഭാഗം കല, ആത്മകല സ്ഫുരിക്കുന്നുണ്ട്. യസ്യാം ആത്മകല സ്ഫുരതി അഹമിതി. ആ സ്ഫുരണത്തിൻ്റെ ആദ്യഭാവം എന്താണ്? അഹം, ഞാൻ. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആത്മാവിൻ്റെ ഒരു കല കയറിയിരുന്ന് ഞാനെന്ന് സ്ഫുരിക്കുന്നു. 4-ാമത്തെ ശ്ലോകം തുടങ്ങിയപ്പോൾ തന്നെ ഗുരു എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. സൃഷ്ടുവേദം പ്രകൃതിയിൽ അനുപ്രവിശതി. സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് കടന്നിരുന്നു ഈശ്വരൻ. ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. ആ കടന്നിരിപ്പിന് ശേഷം ഒരുവൻ ആ കടന്നയാളെ അറിയുന്നത് എങ്ങനെയാണ്? അല്ലെ, കടന്നിരുന്നയാളുടെ സാന്നിധ്യം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അഹമിതി, ഞാനിവിടെ ഇരിക്കുന്നു. ഇയാള് ശരീരത്തിൽ കടന്നിരുന്നപ്പോൾ മുതൽ ആ ശരീരത്തിനുള്ളിൽ ഒരു തോന്നലുണ്ട്, ഞാൻ. അത് സകല വസ്തുക്കൾക്കുമുണ്ട്. അജരത്തിന് പോലും ആ ഒരു തോന്നലുണ്ട്, അനുഭവമുണ്ട്. പക്ഷെ മനസ്സവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അതിനൊരു വ്യക്തമായ സ്ഫുരണമില്ല. പക്ഷെ ഞാനെന്നുള്ള ആ ഒരു ഭാവം അവിടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുമെന്ന് കവി പറഞ്ഞത് ഇതിനെയാണ്. ഒരണുവിൽ പോലും ഈ ആത്മതത്വം, ആത്മാവിൻ്റെ ഒരു കല പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ആത്മകല പ്രകാശിക്കാതിരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇതാ പ്രകാശസ്വരൂപനായിക്കൊണ്ട് ആ ആത്മകല അങ്ങനെ വർത്തിക്കുകയാണ്. ആത്മകല സ്ഫുരത്തി അഹമിതി. ഈ എൻ്റെ ഉള്ളിൽ കടന്നിരുന്ന ഈ ആത്മതത്വം ഉണ്ടല്ലോ, അതങ്ങനെ ഭംഗിയായിട്ട് പ്രകാശിക്കുന്നു. എങ്ങനെ? ഞാനെന്ന തോന്നലോടുകൂടി. ആ ഞാനെന്ന അനുഭവത്തോടുകൂടി ഇതാ ഈശ്വരൻ ഉള്ളിലിരുന്നു കൊണ്ട് പ്രകാശിക്കുന്നു. പ്രത്യന്തരംഗം ജനൈഹി. ഓരോ വ്യക്തിയുടെയും, ജനങ്ങളുടെ, ജീവന്മാരുടെ ഉള്ളിൽ ജീവരൂപത്തിലിരുന്നു കൊണ്ട് ജീവിയെ ജീവിയാക്കിയിരിക്കുന്നത്, സജീവനാക്കിയിരിക്കുന്നത്, ഒരുവൻ ജീവനോടുകൂടിയിരിക്കുന്നത് ആത്മതത്വം, ആത്മകല ഉള്ളിൽ സ്ഫുരിക്കുമ്പോഴാണ്. അങ്ങനെയുള്ളയാളെ മാത്രമാണ് ജീവി എന്ന് വിളിക്കുന്നത്. ആ ജീവി ചത്തുപോയി എന്ന് പറയാറില്ലേ? ആ ജീവിയിൽ നിന്ന് ജീവൻ പോയാൽ പിന്നെ ചാവലായി, നിർഗതമായി ജീവൻ. ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട്, ജനങ്ങളുടെയൊക്കെ, ജനങ്ങൾ ഇവിടെ പറയുന്ന ജീവജാലങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളാൽ സ്വസ്തി പറയപ്പെടുന്നത് ആത്മകല സ്ഫുരത്തി അഹമിതി പ്രത്യന്തരംഗം. അന്തരംഗം തോറും, ഓരോ അന്ധക്കരണത്തിലും, മനസ്സിൻ്റെ ഒരു പ്രാദുർഭാവത്തിലാണ് നമ്മളത് അറിയുന്നത്. അന്തരംഗം തോറും, ഹൃദയം തോറും, ഓരോരുത്തരുടെയും അന്ധക്കരണത്തിലും ഏതൊരു ആത്മാവാണോ ആത്മകലാരൂപത്തിൽ സ്ഫുരിക്കുന്നത്, യസ്യാം ആത്മകലാം
സ്ഫുരതി അഹമിതി. യസ്യാം ആത്മകലാ അഹമിതി സ്ഫുരതി. ഏതൊരുവളിലാണോ അല്ലെങ്കിൽ ഏതൊരു ഈശ്വര തത്വമാണോ എല്ലാ ജീവന്മാരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ആത്മകലയായിട്ട് അഹമെന്ന് സ്ഫുരിക്കുന്നത്, ഞാനെന്ന് അറിയുന്നു. ഗുരു ആത്മോപദേശത്തിൽ ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ്, അറിവ്. അത് താൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുவது കാണുക മഹേന്ദ്രജാലമെല്ലാം. എത്ര ഭംഗിയായിട്ടാണ് ഈ ആത്മതത്വം സൃഷ്ടിയുടെ ഒരു കാര്യം കൂടി ചേർത്ത് അവിടെ ഗുരു വിവരിക്കുന്നത് സുന്ദരമായിട്ട്. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ്. ഇരുട്ടത്തിരിക്കുന്ന നമുക്ക് പോലും ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധമുണ്ട്. അതാണ് ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ്. അതെന്താണ്? അറിവ്. അത് ഈശ്വരനാണ്. അത് താനധ നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുவது കാണുക. എവിടെ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണത്. ഈ ആത്മാവ് തന്നെ ഇന്ദ്രിയങ്ങളായിട്ടും അന്ധകരണങ്ങളായിട്ടും പ്രപഞ്ചമായിട്ടും മാറിയിരിക്കുന്നു. ഇതൊക്കെയായിട്ട് മാറിയിരിക്കുന്നത്, വരുവത്, വന്നിരിക്കുന്നത് എന്താണ്? ഈശ്വരനാണ്. കാണുക. ജിജ്ഞാസുവിനോട് പറയാ, നീ കണ്ണു തുറന്ന് കാണ്. ഇതിനേക്കാൾ ഒരു മഹേന്ദ്രജാലം എന്താ ഉള്ളത്? വരുവത് കാണുക. മഹേന്ദ്രജാലമെല്ലാം. ഇതിനേക്കാൾ ഒരു മഹേന്ദ്രജാലം വേറെ ഇല്ല. അത്യദ്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. ഈശ്വരൻ തന്നെ എല്ലാമായിട്ട് വർത്തിക്കുന്നു. ആത്മകലയായിട്ട് അത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിൽക്കുകയാണ്. ഈ പരമതത്വം ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. യസ്യാം ആത്മകലാ സ്ഫുരത്യഹമിതി. ഏതൊരു ആത്മചൈതന്യമാണോ അല്ലെങ്കിൽ ഏതൊരുവളിലാണോ യാതൊരുവളിലാണോ പ്രത്യന്തരംഗം, അന്തരംഗം തോറും ഹൃദയം തോറും ആത്മകല, ആത്മാംശമായിട്ട് അഹമിതി സ്ഫുരതി, ഞാനെന്ന് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത്. മുമ്പേ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കടന്നു നിന്നതാരാണോ, ഏയം ധാര്യത, ഏതൊരുവളാണോ ഇതിനെയൊക്കെ ധരിക്കുന്നത്, വഹിക്കുന്നത്, പ്രാണിയുടെ ഉള്ളില് പ്രവിവിക്ത ഭുക്കായിട്ടും സ്വപ്നത്തിലും ബഹിഹിയഹം, പുറമേ ഞാനെന്ന ഭാവത്തിലും പ്രാജ്ഞ സുഷുപ്തവും, സുഷുപ്തിയില് പ്രാജ്ഞനെന്ന പേരോടുകൂടിയും അറിയപ്പെടുന്നത് ഏതൊരുവളാണോ അവൾ തന്നെ, അല്ലെങ്കിൽ ആത്മതത്വം തന്നെ ആത്മകലയുടെ രൂപത്തില് അഹമിതി സ്ഫുരതി, ഞാനെന്ന രൂപത്തില് ഇതാ എനിക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരുവത് കാണുക എന്നാണ് ഗുരു അവിടെ പറഞ്ഞത് ആത്മോപദേശത്തിൽ. കാണുക, നീ മനസ്സിലാക്ക്, നീ വ്യക്തമായിട്ടൊന്ന് തിരിച്ചറിയ, കാണൂ, ഒന്ന് വിവേചനം ചെയ്ത് അറിയൂ കുഞ്ഞെ. പൈസയുടെ ചിലവൊന്നും ഇല്ലാത്തതല്ലേ, ഇതൊന്ന് തിരിച്ചറിയാൻ മേലെ. നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട്, അന്ധകരണത്തിലിരുന്നു കൊണ്ട് ഞാനെന്ന് സ്ഫുരിക്കുന്നത്. ഈ ആത്മതത്വം എത്ര എളുപ്പമാണ് മനസ്സിലാക്കാൻ. കുറേ ഇലകള്, പച്ചിലകള് ഒരുമിച്ച് അടുക്കി വെച്ചിരുന്നു. കുറേ വെറ്റിലകളായിക്കോട്ടെ, ഒരു 50 വെറ്റില ഒരുമിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു സൂചി എടുത്ത് അതിനകത്തേക്കൊന്ന് കുത്തിയിറക്കുക. ഇത്രയും ഇലയ്ക്ക് ഇടയ്ക്കൂടി എത്ര വേഗതയിലാണ് അത് ആ സൂചി ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു ഇലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക് കടക്കുവാൻ എത്ര സമയം ആവശ്യമുണ്ടോ, എത്ര അനായാസമാണോ, അതിനേക്കാൾ എളുപ്പമാണ് ആത്മതത്വം മനസ്സിലാക്കാനെന്ന. എന്തുകൊണ്ട്? ഇതാ എനിക്ക് മനസ്സിലാക്കാൻ 1 സെക്കൻഡ് പോരെ. എൻ്റെ കൈ അനങ്ങുന്നു. എന്തുകൊണ്ട് കൈ അനങ്ങുന്നു? എൻ്റെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കൈയല്ല, ഞാൻ ആത്മാവാണ്. ആത്മാവുള്ളത് കൊണ്ടാണ് എൻ്റെ കൈ അനങ്ങുന്നത്. എൻ്റെ കണ്ണ് കാണാൻ സാധിക്കുന്നത് ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ എൻ്റെ കണ്ണ് പ്രവർത്തിക്കില്ല. അപ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ, എനിക്കിവിടെ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ, അതിൻ്റെ കാരണം ഉള്ളിലിരിക്കുന്ന ഈ ആത്മകലയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശരീരം സ്വതവേ പ്രവർത്തിക്കാൻ ശേഷിയുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരാണ്? ഞാൻ ശരീരമല്ല, ആത്മാവാകുന്നു. ഇത് എത്ര എളുപ്പമാണ് മനസ്സിലാക്കാൻ. പക്ഷേ ഗുരു ഇവിടെ അത്ഭുതപ്പെടുകയാണ്, ഇത് മനസ്സിലാവുന്നുമില്ല. എത്ര ജന്മം എടുത്താലും. ഇപ്പോൾ നമുക്ക് ഒരാൾ 50 വയസ്സായി, ഈ ആത്മതത്വത്തെക്കുറിച്ച് അറിയാനോ കേൾക്കാനോ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ അറിയുന്നതേയില്ല. അയാൾ ആത്മതത്വമാണ് ജനിച്ച അന്നു മുതൽ, അമ്മയുടെ ഉദരത്തിൽ കടന്ന അന്നു മുതൽ ആത്മാംശമാണ്, ആത്മകല തന്നെയാണ്. പക്ഷേ
അറിയാതെ ജീവിക്കേണ്ടി വരുന്നു. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെയില്ല. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ ആത്മകലയായിട്ട് നിൽക്കുന്ന ആ ജഗദീശ്വര ചൈതന്യത്തെ ആ കലാംശമായിട്ട് മാറിയ ആത്മസംഭൂതനായ മഹാപ്രഭു നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇതാ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു ആത്മതത്വം. ആ ആത്മതത്വത്തെ അറിഞ്ഞ് സ്വസ്ഥനായി, ശാന്തനായി, സമാധാനശീലനായി ഈ ലോകത്തിൽ വാഴൂ, ലോകത്തിൽ ജീവിക്കൂ എന്ന് നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുരുചൈതന്യത്തെ പ്രണമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.